1 ദിനവൃത്താന്തം 27-ാം അധ്യായം. ഇസ്രായേൽ പുത്രന്മാർ ആളെണ്ണ പ്രകാരം പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംവത്സരത്തിലെ സകല മാസങ്ങളിലും മാസാന്തരം വരികയും പോകുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവൃത്തിയിലും രാജാവിന് സേവ ചെയ്തു പോന്ന അവരുടെ പ്രമാണികളും ആകെ 24,000 പേർ. 1-ാം മാസത്തേക്കുള്ള 1-ാം കൂറിന് മേൽവിചാരകൻ സബ്ദിയേലിന്റെ മകൻ യാശോബെയാം. അവന്റെ കൂറിൽ 24,000 പേർ. അവൻ പേരസിന്റെ പുത്രന്മാരിൽ ഉള്ളവനും 1-ാം മാസത്തെ സകല സേനാപതികൾക്കും തലവനും ആയിരുന്നു. 2-ാം മാസത്തേക്കുള്ള കൂറിന് അഹൂഹ്യനായ ദോദായി മേൽവിചാരകനും അവന്റെ കൂറിൽ മിക്ലോത്ത് പ്രമാണിയും ആയിരുന്നു. അവന്റെ കൂറിലും 24,000 പേർ. 3-ാം മാസത്തേക്കുള്ള 3-ാമത്തെ സേനാപതി മഹാപുരോഹിതനായ യഹോയാദയുടെ മകൻ ബെനായാവ്. അവന്റെ കൂറിലും 24,000 പേർ. 30 പേരിൽ വീരനും 30 പേർക്ക് തലവനുമായ ബെനായാവ് ഇവൻ തന്നെ. അവന്റെ കൂറിന് അവന്റെ മകനായ അമ്മീസാബാദ് പ്രമാണിയായിരുന്നു. 4-ാം മാസത്തേക്കുള്ള 4-ാമത്തവൻ യോവാബിന്റെ സഹോദരനായ അസാഹേലും അവന്റെ ശേഷം അവന്റെ മകനായ സെബദ്യാവും ആയിരുന്നു. അവന്റെ കൂറിലും 24,000 പേർ. 5-ാം മാസത്തേക്കുള്ള 5-ാമത്തവൻ ഇസ്രാഹീനായ ഷംഹൂത്ത്. അവന്റെ കൂറിലും 24,000 പേർ. 6-ാം മാസത്തേക്കുള്ള 6-ാമത്തവൻ തെക്കുവ്യനായ ഇക്കേശിന്റെ മകൻ ഈര. അവന്റെ കൂറിലും 24,000 പേർ. 7-ാം മാസത്തേക്കുള്ള 7-ാമത്തവൻ എഫ്രൈമ്യരിൽ പെലോന്യനായ ഹേലസ്. അവന്റെ കൂറിലും 24,000 പേർ. 8-ാം മാസത്തേക്കുള്ള 8-ാമത്തവൻ സർഹ്യരിൽ ഹൂശാത്യനായ സിബഗായി. അവന്റെ കൂറിലും 24,000 പേർ. 9-ാം മാസത്തേക്കുള്ള 9-ാമത്തവൻ ബെന്യാമീന്യരിൽ അനാദോത്യനായ അബിയേസർ. അവന്റെ കൂറിലും 24,000 പേർ. 10-ാം മാസത്തേക്കുള്ള 10-ാമത്തവൻ സർഹ്യരിൽ നെതോഫാത്യനായ മഹരായി. അവന്റെ കൂറിലും 24,000 പേർ. 11-ാം മാസത്തേക്കുള്ള 11-ാമത്തവൻ എഫ്രൈമിന്റെ പുത്രന്മാരിൽ പിരാധോന്യനായ ബെനായാവ്. അവന്റെ കൂറിലും 24,000 പേർ. 12-ാം മാസത്തേക്കുള്ള 12-ാമത്തവൻ ഒദ്നിയേലിൽ നിന്ന് ഉത്ഭവിച്ച നെതോഫാത്യനായ ഹെൽദായി. അവന്റെ കൂറിലും 24,000 പേർ. ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവന്മാർ. രൂബേന്യർക്ക് പ്രഭു സിക്രിയുടെ മകൻ എലിയേസർ. ശിമിയോന്യർക്ക് മയഖയുടെ മകൻ ഷെഫത്യാവ്. ലേവ്യർക്ക് കെമൂവേലിന്റെ മകൻ ഹശബ്യാവ്. അഹരോന്യർക്ക് സാദോക്ക്. യഹൂദായ്ക്ക് ദാവീദിന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ എലീഹു. ഇസാഖാരിന് മീഖായേലിന്റെ മകൻ ഒമ്രി. സെബൂലൂന് ഓബദ്യാവിന്റെ മകൻ ഇഷ്മയ്യാവ്. നഫ്താലിക്ക് അസ്രിയേലിന്റെ മകൻ യെരീമോത്ത്. എഫ്രൈമ്യർക്ക് അസസ്യാവിന്റെ മകൻ ഹോശേയ. മനശ്ശയുടെ പാതിഗോത്രത്തിന് പെദായാവിന്റെ മകൻ യോവേൽ. ഗിലിയാദിലെ മനശ്ശയുടെ പാതിഗോത്രത്തിന് സെഖര്യാവിന്റെ മകൻ ഇദ്ദോ. ബെന്യാമീന് അബ്നേരിന്റെ മകൻ യാസീയേൽ. ദാന് യെരോഹാമിന്റെ മകൻ അസരയേൽ. ഇവർ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് പ്രഭുക്കന്മാർ ആയിരുന്നു. എന്നാൽ യഹോവ ഇസ്രായേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തിരുന്നതുകൊണ്ട് ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല. സെരൂയയുടെ മകനായ യോവാബ് എണ്ണുവാൻ തുടങ്ങിയെങ്കിലും അവൻ തീർത്തില്ല. അത് നിമിത്തം ഇസ്രായേലിന്മേൽ കോപം വന്നതുകൊണ്ട് ആ സംഖ്യ ദാവീദ് രാജാവിന്റെ വൃത്താന്ത പുസ്തകത്തിലെ കണക്കിൽ ചേർത്തിട്ടുമില്ല. രാജാവിന്റെ ഭണ്ഡാരത്തിന് അദീയേലിന്റെ മകനായ അസ്മാവത്ത് മേൽവിചാരകൻ. നിലങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കോട്ടകളിലും ഉള്ള
പാണ്ഡ്യശാലകൾക്ക് ഉസ്സിയാവിന്റെ മകൻ യഹോനാഥാൻ മേൽവിചാരകൻ. വയലിൽ വേല ചെയ്ത കൃഷിക്കാർക്ക് കെലൂബിന്റെ മകൻ എസ്രി മേൽവിചാരകൻ. മുന്തിരിത്തോട്ടങ്ങൾക്ക് രാമാത്യനായ ഷിമെയിയും മുന്തിരിത്തോട്ടങ്ങളിലെ അനുഭവമായ വീഞ്ഞു സൂക്ഷിക്കുന്ന നിലവറകൾക്ക് ഷിഫ്മ്യനായ സബ്ദിയും മേൽവിചാരകർ. ഒലിവ് വൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തികൾക്കും ഗാദേര്യനായ ബാൽഹാനാനും എണ്ണ സൂക്ഷിച്ചു വയ്ക്കുന്ന നിലവറകൾക്ക് യോവാശും മേൽവിചാരകർ. ഷാരോനിൽ മേയുന്ന നാൽക്കാലികൾക്ക് ഷാരോന്യനായ ഷിത്രായിയും താഴ്വരയിലെ നാൽക്കാലികൾക്ക് അദായിയുടെ മകനായ ഷാഫാത്തും മേൽവിചാരകർ. ഒട്ടകങ്ങൾക്ക് ഇഷ്മായേലിനായ ഓബീലും കഴുതകൾക്ക് മെരോനോത്യനായ യഹ്ദയാവും മേൽവിചാരകർ. ആടുകൾക്ക് ഹഗ്രീയനായ യാസീസ് മേൽവിചാരകൻ. ഇവർ എല്ലാവരും ദാവീദ് രാജാവിന്റെ വസ്തുവകകൾക്ക് അധിപതിമാരായിരുന്നു. ദാവീദിന്റെ ചിറ്റപ്പനായ യോനാഥാൻ ബുദ്ധിമാനായൊരു മന്ത്രിയും ശാസ്ത്രിയും ആയിരുന്നു. ഹക്മോനിയുടെ മകനായ യെഹീയേൽ രാജകുമാരന്മാരുടെ സഹവാസിയായിരുന്നു. അഹീതോഫൽ രാജമന്ത്രി. അർഖ്യനായ ഹൂജായി രാജമിത്രം. അഹീതോഫലിന്റെ ശേഷം ബെനായാവിന്റെ മകനായ യഹോയാദയും അബ്യാഥാരും മന്ത്രികൾ. രാജാവിന്റെ സേനാധിപതി യോവാബ്.